പത്തനംതിട്ടയിൽ നിന്ന് സാഹസിക സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ ഗവിയിലേക്കുള്ള യാത്രയ്ക്ക് കർശന നിയന്ത്രണമുള്ളതിനാലാണ് ഇന്നും ഈ വനമേഖല വന്യവും സുന്ദരവുമായി നിലകൊള്ളുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് 114 കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവാ സങ്കേതത്തിൽ ഉൾപ്പെട്ട ഗവിയിലേക്കുള്ളത്. കിളിയെറിഞ്ഞാൻ കല്ല് കഴിഞ്ഞാൽ സംരക്ഷിത വനമേഖലയായി. ആനയും കടുവയും കരിമ്പുലിയും രാജവെമ്പാലയും ഒക്കെ നിരവധിയുള്ള ഘോരവനം. ഗവി യാത്രക്കിടെ കാണുന്ന അപൂർവ ഗോത്രവർഗ വിഭാഗമാണ് മലമ്പണ്ടാരങ്ങൾ. 65 കിലോമീറ്റർ കാടിനുള്ളിലായി മൂഴിയാർ സായിപ്പുംകുഴിയിലാണ് ഞങ്ങൾ മലമ്പണ്ടാരങ്ങളെ കണ്ടത്. മുഖ്യധാരയിൽ വരാൻ തീരെ താല്പര്യമില്ലാത്ത, കാടിനുള്ളിൽ ജീവിതം നയിക്കുന്ന വളരെ വ്യത്യസ്തരായ ഒരു ഗോത്രവർഗം. വ്യവസ്ഥാപിതമായ ആചാരങ്ങളോ ജീവിതചര്യകളോ ഇല്ലാതെ തികച്ചും വന്യമായ ജീവിതം ഇഷ്ടപ്പെടുന്ന ഇവർ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാറില്ല. സ്ഥാനാന്തര കൃഷിയും പ്രേതങ്ങളിലുള്ള ഭയവുമാണ് വീടുമാറ്റങ്ങൾക്ക് കാരണം. ഇവരുടെ വിവാഹത്തിന് പ്രത്യേക രീതിയോ നിയമങ്ങളോ ഇല്ല. ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. പ്രായം ഒരു പ്രശ്നമേയല്ല. പൂർവികരുടെ കാലത്ത് മുറ നോക്കിയുള്ള വിവാഹവും ഏക ഭർതൃത്വവുമാണ് നിലനിന്നിരുന്നതെങ്കിൽ പിന്നീട് ആ വ്യവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. ഊരിലെ അവസാന വാക്ക് മൂപ്പന്റേതാണ്. കാണിയെന്നും അദ്ദേഹത്തെ വിളിക്കും. 80 വയസ്സ് പ്രായമുണ്ടെങ്കിലും ഒരു 80കാരൻ്റെതായ യാതൊരുവിധ തളർച്ചയും അദ്ദേഹത്തിനില്ല. വീട് പനയുടെ ഓല കൊണ്ട് അല്ല ഇറയുടെ ഇല കൊണ്ട് ഇങ്ങനെ ഉള്ള കൂടുതൽ ഇതിനെ മഴക്കാലത്ത് ബ്ലാക്ക് പോലും വീടില്ലായിരുന്നു. കാട്ടിൽ എന്തെങ്കിലും വരച്ച് ചണ്ണയിലെയോ പനയെടുത്ത് അങ്ങടെ ഓല വെട്ടി കൂടുതൽ. നേരത്തെ എല്ലാ പണികളും അറിയാം. കാട്ടിൽ തേന്, ഈ തൂക്ക് തേന്, പിന്നെ ഈ പൊത്തലുള്ള നിലം തേൻ, ഇത് എല്ലാ കൂട്ടങ്ങളും അറിയാം നേരത്തെ. കാട്ടിൽ പോയിട്ട് തേനെടുക്കുമെന്ന് പറഞ്ഞാൽ തേന കണ്ട വാടാലൊന്ന് വെട്ടി ഈച്ച കുത്താത്ത തേനെടുക്കും. പൊത്തലല്ല ഈ നിലം തേൻ, തൂക്ക് തേനയുള്ള മരത്ത് കമ്പൽ കൊണ്ട് കൊടുത്ത വില തരുന്നവരുമുണ്ട് തരാത്തവരുമുണ്ട്. ചൊക്കറ്റിയ നേരത്തെ പറയാത്തുള്ളത് അതിലെ പകുതി നമുക്ക് കിട്ടും, പകുതി കിട്ടില്ല. വേറെ എന്താ ചെയ്യാനോ, വേറെ കാട്ടിലുള്ള എടുക്കും. കുന്തിരിച്ച മരത്തിലെ കറായി ഇങ്ങനെ മരത്തിലെ ചൂട് പിടിച്ച് മരത്തിലെ ഒലിക്കുന്ന കറായി കൊത്തി അയ്യപ്പം പോയോ. പൊന്നമ്പൂ എന്ന് പറഞ്ഞാൽ ചിത്ര പോന്ന് പറയും ചില പേര്. അത് വേറെ ചീച്ചല്ലേ ഉള്ളൂ, എന്നുമില്ല. അത് മരത്ത് മണ്ടക്കാറ് പറിച്ചിട്ട് അടിച്ച് ഉണങ്ങി കൊടുത്ത് വയ്യ. അത് നമ്മുടെ ഈ പെയിൻറ്റ് അതിന് ഈ തുണിക്കൊക്കെ ഉള്ള പെയിൻറ്റിനും അതൊക്കെ പല ആവശ്യം പലതുണ്ട്. അവർ പലതും എടുക്കും. വീട്ടിൽ പറഞ്ഞാൽ ഇവിടെ എൻ്റെ കാര്യം ഇത് ആദ്യത്തെ മരിച്ചുപോയി. തികച്ചും സാഹസികമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഇവർക്ക് വന്യജീവികളെ മുഖാമുഖം കാണേണ്ടി വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു. 20 കുടുംബങ്ങളിലായി 70ഓളം അംഗങ്ങളാണ് ഈ വനമേഖലയിലുള്ളത്. വീടിനോട് ചേർന്ന് ചെറിയ രീതിയിൽ വാഴ, കുമ്പളം, മത്തൻ, ഇഞ്ചി എന്നിങ്ങനെ പലതരം പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഇവർക്ക് വനവിഭവ ശേഖരണത്തോടാണ് കൂടുതൽ താല്പര്യം. ഇവരുടെ ഏക വരുമാന മാർഗവും അതുതന്നെയാണ്. എൻ്റെ പേര് അയ്യപ്പൻ. വീട് പേരൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ തെട്ട് വെച്ച് താമസിക്കുന്നതെന്നുള്ളൂ. ഒരുപാടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉൾക്കാട്ടിലായിരുന്നു, ഇതിൻ്റെ ഉള്ളു വനത്തിലായിരുന്നു. പിന്നെ ഒക്കെ ഇങ്ങനെ റോട്ടിൽ ചാടി ഇറങ്ങി താമസിക്കുന്നത്. ആനയെന്ന് പറഞ്ഞാൽ കാട്ടിൽ നടക്കാനൊക്കത്തില്ല, അതുള്ള ശല്യമല്ലയോ. ആന വന്നാൽ കാട്ടിൽ വെച്ച് ഞങ്ങളുടെ പെരയുടെ അടുക്ക് വന്നാൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി നിൽക്കും. അല്ലെങ്കിൽ ആന വരാത്ത കുടത്തിൽ എവിടെയെങ്കിലും ഇതിട്ട് വെച്ച് താമസിക്കുന്നത്. കൃഷിയെന്ന് പറഞ്ഞാൽ കാട്ടിൽ നടക്കുന്ന കൃഷിയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഇമ്മ പെര വെച്ച് ഇമ്മ താമസിക്കില്ലയോ. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വനത്തിലെ കുന്തിരിക്കം, തേൻ, ഇങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ കാട്ടിലെന്ന് പറഞ്ഞാൽ കാട്ടിലെ ആഹാരങ്ങൾ തേനെടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഭാഗത്ത് കോടാലി കൊണ്ടുപോകും. ഭാഗത്ത് കോടാലി കൊണ്ട് കാട്ടിപ്പോവും. പോയി തേൻ കാണുന്ന അടുത്ത് തേൻ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് പിന്നെ പിഴിഞ്ഞ് പാത്രത്തിലാക്കി കുപ്പിക്കകത്താക്കി പിന്നെ കടവെടി കൊണ്ട് കൊടുക്കും. കുന്തിരിക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗത്ത് കൊണ്ട് മരം കൊത്തി വെക്കുക. കൊത്തി വെച്ചിട്ട് അതിൽ ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞ് അത് കറ ഒലിച്ച് വന്ന് അത് ഉറച്ച് നിൽക്കും. ഉറച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ അത് കുത്തി അടത്തിയെടുത്ത് കടവെളി കൊണ്ട് കൊടുക്കുന്നത്.
പഴങ്ങളെന്ന് പറഞ്ഞാൽ അത് പഴങ്ങും തയ്ച്ചൊന്നുമില്ല. കഴിക്കാനുള്ളത് ഇന്ന് പിന്നെ മാങ്ങ ഇങ്ങനെയുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ പഴങ്ങളും കഴിക്കുന്നൊന്നുമില്ല. പിന്നെ മൂട്ടുപിളി അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ. എല്ലാം തോന്നുന്നു പറഞ്ഞാലും അത് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കാട്ടിപ്പോവും. ഇവിടെ കാട്ടിലാണെങ്കിൽ എപ്പോഴും കാട്ടിപ്പോവും. എന്തെങ്കിലും എടുക്കാൻ കാട്ട് കാച്ചിലോ പിന്നെ അടുത്ത തെങ്ങ് വെള്ളം തേച്ചുകൊണ്ട് അതിനെടുക്കാനോ അതെടുത്ത് തല്ലിപ്പൊട്ടി ചെല്ലിയ പൊടിയെടുത്ത് കഴിക്കുന്നേ. കാട്ടിലെ ഈ തെങ്ങിൻ്റെ കൂട്ട് ഉണ്ട് വനത്തിലുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ കിടക്കുന്നത് ആ ചേച്ചി എടുക്കാൻ പോകും. അത് എപ്പോഴും എടുത്തുകൊണ്ട് അത് ഭയങ്കര പണിയാണ്. അത് രാവിലെ പോയാൽ വൈകുന്നോളം നമ്മൾ അതിന് പൊടിയെടുക്കാനൊക്കത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കാട്ടിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാട്ടിച്ചക്ക ഇങ്ങനെയുള്ള ആന വനത്തിൽ ആനയല്ലാതെ പല മൃഗങ്ങളുണ്ട്. കാട്ടുപോത്തുണ്ട്, കടുവ, പുലി, ഇങ്ങനെ പല മൃഗങ്ങളും കാട്ടിലുണ്ട്. കടുവ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കാട്ടിലൊക്കെ വെച്ച്. അതെന്ന് പറഞ്ഞാൽ അത് വരുന്നത് നമുക്കറിയാം, അല്ലല്ല കാണാമല്ല. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് ഒഴിഞ്ഞു മാറി ഞങ്ങൾ പോകും. അത് വനത്തിലെ എല്ലാ മൃഗങ്ങളും കടുവയും ആനയും എല്ലാം പിണങ്ങുന്ന ചേച്ചികളുണ്ട്. കാട്ടിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മേലും മഴയെല്ലാം ഒരേ ഇതാണ്. മലഞ്ചെരുവിൽ ഏറ്റവും ലളിതമായ രീതിയിലാണ് മലമ്പണ്ടാരങ്ങളുടെ വീട് നിർമ്മാണം. ഈറ്റ നെടുകെ പിളർന്ന് അടുക്കിയുണ്ടാക്കിയിട്ടുള്ള കട്ടിലുകൾ മാത്രമാണ് ആകെ വീടിനകത്ത് കാണാൻ സാധിക്കുന്നത്. വീടിന്റെ താഴെത്തട്ടിലാണ് പാചകം. വീടിന് വാതിലുകളോ ജനലുകളോ ഇല്ല. പാവത്തിനും തോഴനാണല്ലോ, വില്ലാളി വീരനാണല്ലോ, ഇല്ലാത്ത രോഗങ്ങൾക്ക് പുലിപ്പാലു തേടിയാം കാരുണ്യമിതിയാണല്ലോ. പാവത്തിനും തോഴനാണല്ലോ, വില്ലാളി വീരനാണല്ലോ, ഇല്ലാത്ത രോഗങ്ങൾക്ക് പുലിപ്പാലു തേടി ഞാൻ കാരുണ്യമിതിയാണല്ലോ. സന്ധ്യയ്ക്ക് 7 മണി കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ വരാറുള്ളതാണെന്ന് തെല്ലും ഭയം കൂടാതെ ഇവർ പറയുന്നു. കാട് തങ്ങളുടേത് മാത്രമല്ലെന്നും ഇവിടെയുള്ള ഓരോ ജീവികളും കാടിന്റെ തുല്യ അവകാശികളുമാണെന്നുമുള്ള അവബോധം ഇവർക്ക് നന്നായുള്ളതിനാൽ ഒരു ജീവിയും ഇവരെ ആക്രമിക്കാറില്ല.